ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ച യുഎസും ഇസ്രായേലും. ടെഹ്റാനിലെ പവർ പ്ലാന്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായി. ഇസ്ഫഹാനിലെ ആയുധപുര യുഎസ് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് തകർത്തു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്തിൽ കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ എണ്ണ ചോർച്ചയില്ലെന്ന ആശ്വാസകരമായ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് ഇറാൻ പാർലമെന്റ് കമ്മിറ്റി അംഗീകാരം നൽകുകയും ചെയ്തു. അജയ് സുധാ ബിജു ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഇങ്ങനെ ആക്രമണം ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായി എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കാം? വലിയ പ്രതിസന്ധിയിലാണോ നിലവിൽ പോകുന്നത്? അത് ശരിയാക്കാനുള്ള നടപടികൾ എങ്ങനെയായിരിക്കും തുടർന്നുണ്ടാവുക? ഹരി, ഇറാനിലുള്ളിലെ പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങളും ആക്രമിക്കില്ല എന്ന് US ഇതിനു മുൻപ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇപ്പോഴും ആക്രമണങ്ങൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ടെഹ്റാനിലുള്ള ചില വൈദ്യുതി നിലയങ്ങളിലേക്ക് ആക്രമണം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ചില ഡ്രോൺ ആക്രമണമാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരമുള്ളത്. ഇതിൻ്റെ ഭാഗമായി ടെഹ്റാനിലും അതുപോലെ തന്നെ ഇറാനിലുള്ള മറ്റ് പ്രദേശങ്ങളിലും ഏറെ നേരം വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ഇപ്പോൾ പല ഭാഗങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായിട്ടാണ് വിവരങ്ങളുള്ളത്. അതുപോലെ ഇറാനുള്ളിലെ ഇസ്ഫഹാനിലെ ഒരു ആയുധപ്പുരയ്ക്ക് നേരെ US ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 900 കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് US ഇത്തരം ഈ ഒരു ആക്രമണം നടന്നത്. പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ ഈ നാശനഷ്ടങ്ങൾ അതിൻ്റെ തോത് എത്രമാത്രമാണെന്ന് നിലവിൽ വ്യക്തമായിട്ടില്ല. എങ്കിലും ഈ ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരം അത് നേരത്തെ തന്നെ ചർച്ചകൾ ഇടം പ്രാപിച്ച നഗരമായിരുന്നു. കാരണം ഇവിടെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 യുറേനിയം എൻറിച്ച്മെന്റ് സെന്ററുകൾ ഉള്ളത്. അപ്പോൾ ഇവിടേക്ക് ആക്രമണം നടത്തിയത് ഇത്തരത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചുള്ള ആക്രമണങ്ങളും അതും സജീവമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ദുബായ് അന്താരാഷ്ട്ര തുറമുഖത്ത് ഒരു കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ഒരു കാര്യം ഭയപ്പെടേണ്ട എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഈ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും സുരക്ഷിതമാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ US-ന്റെ ഭാഗത്ത് നിന്ന് ഇതിനെപ്പറ്റി മറ്റ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഒരു ഡ്രോണിന് ഏതാണ്ട് $30 മില്യൺ ഈ ഒരു MQ-9 ഡ്രോണിലുള്ളത്. അതുപോലെ ഇപ്പോഴും ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഉയർന്നിട്ടുണ്ട്. ഇന്ന് $115 ക്രൂഡ് ഓയിൽ വില മാറി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളും സജീവമായി തുടരുകയാണ്. വടക്കൻ ഇസ്രായേലുള്ള ഹൈഫ നഗരത്തിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇവിടെ വൻതോതിൽ തീപിടുത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ മേഖലയിൽ ഈ ലെബനന് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവും സജീവമായി തന്നെ തുടരുകയാണ്. ലെബനനിൽ 3 UN-ന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഈ ഒരു സംഭവത്തിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമാണ്. ഇന്തോനേഷ്യൻ പൗരന്മാരായിട്ടുള്ള 3 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെ ഇന്തോനേഷ്യ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. ഫ്രാൻസ് അടിയന്തരമായി ഒരു UN-ന്റെ രക്ഷാസമിതി യോഗം ഇപ്പോൾ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധം സജീവമായി തന്നെ തുടരുകയാണ്. ഈ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ മാർക്കറ്റിലും വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് കൃത്യമായി ഇറാനെ വെല്ലുവിളിക്കുകയാണല്ലോ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടൊരു ധാരണയിലെത്തിയില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതുപോലുള്ള ആക്രമണം, ഇപ്പോൾ പവർ പ്ലാന്റിലാവട്ടെ, എനർജി ഏരിയാസിലൊക്കെ ആവട്ടെ, എനർജി സൈറ്റ്സിൽ പവർ പ്ലാന്റിലൊക്കെ ഇനിയും ആക്രമണം തുടരുന്നതാണ് ട്രംപ് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇറാനോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇറാൻ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്ഥിരീകരണം നടത്തിയിട്ടുണ്ടോ ഇതുവരെ?
ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്ന കാര്യം ഈ ഹോർമൂസ് കടലെടുക്ക് അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലെന്ന് തന്നെയാണ്. ഇതിന്റെ ഭാഗമായി അവർ ഇപ്പോൾ അവരുടെ ഒരു പാർലമെന്റ് കമ്മിറ്റി ഈ ഹോർമൂസ് കടലെടുക്കിൽ ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ ഇറാനുള്ളിൽ നടക്കുന്നു എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഫാസ്റ്റ് ന്യൂസ് ഏജൻസി പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഇറാനിലുള്ള പാർലമെന്റ് കമ്മിറ്റി ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കിൽ ടോൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്ന്. എന്നാൽ ട്രംപ് ഈ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുന്നതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ഇറാന് നൽകുന്നുണ്ട്. നേരത്തെ ട്രംപ് എന്നാൽ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഹോർമൂസ് കടലെടുക്ക് അടഞ്ഞു തന്നെ കിടന്നാലും ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കും, ഈ ഒരു സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകും എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് നേരെ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലെടുക്ക് ഉടൻ തന്നെ തുറക്കണം, ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇറാനിൽ നടക്കും, അവരുടെ പല പവർ പ്ലാന്റുകളും അതുപോലെ തന്നെ വൈദ്യുതി നിലയങ്ങളടക്കം ആക്രമിക്കും എന്നുള്ള, അതുപോലെ ഖാർഗ് ദ്വീപ് പിടിച്ചടക്കും എന്നുള്ള ഭീഷണികളെല്ലാമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലെബനനിൽ 4 ഇസ്രായേലി സോൾജേഴ്സും കൂടി മരണപ്പെട്ടിരിക്കുന്നു, പട്ടാളക്കാർ കൂടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ഫഹാനിലെ ബ്ലാസ്റ്റും ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങൾ നൽകുകയും ചെയ്യുന്നത്.